അമ്മേ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, ചില്ലറ പർച്ചേസ് ഉണ്ട്. ആഹാ, അതിന് അമ്മയൊന്നും വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. വളരെ പേഴ്സണൽ ആയിട്ടുള്ള പർച്ചേസാ. ഈ പർച്ചേസ് നടത്തിയില്ലേ എന്റെ അമ്മേ പണി പാളും. ആരുടെ പണി? എന്താ സംഭവം? എല്ലാം വന്നിട്ട് പറയാം. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഓ, കൊഴപ്പില്ലെന്നേ. എന്നാലും ഇങ്ങനെ ഒരു വിലക്കയറ്റം ഉണ്ടോ? അല്ല, മോനിപ്പ എന്താ വേണ്ടത്? അല്ല, ഇവിടെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ. ആ ഉണ്ട്. മുട്ടയോ? ആ ഉണ്ട്. എത്ര എണ്ണം എടുക്കണം? എനിക്ക് സാധാരണ മുട്ട വേണ്ട ചേട്ടാ. ഇവിടെയുള്ള എല്ലാ ചീഞ്ഞ മുട്ടയും ഞാൻ എടുത്തേക്കാം. അത് ശരി. ആഹാ, മോന് പിന്നെ എന്തൊക്കെ വേണം? ചീഞ്ഞ തക്കാളി ഉണ്ടേ മൊത്തം എടുത്തോളൂ. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. മോൻ എന്താ തലയ്ക്ക് നല്ല സുഖമില്ലേ? ചേട്ടാ, തൊട്ടടുത്ത അമ്പലത്തിലെ ഒരു ഗാനമേളയുണ്ട്. ഓ, അത് ശരി. പാട്ടുകാരനെ അറിയാനാണല്ലേ? ഏയ് അല്ലല്ല, ഏറെ കിട്ടാതിരിക്കാനാ. ഞാനാണേ പാടുന്നത്. അല്ല, എന്താ ജോർജ് തലയിലൊരു മുറിവ്? ആ, ഞാൻ ഇന്നലെ തിയേറ്റർ വരെ ഒന്ന് പോയി. ഏത് തിയേറ്ററില്? നമ്മുടെ അജന്ത ടാക്കീസില്ലേ? അത് ശരി. എന്താ തിരക്കല്ലേ? അതില് ജോർജ് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നടാ. അവിടുത്തെ തിരക്ക് കാരണം പോലീസ് ലാത്തി ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ പറ്റിയ മുറിവാ. അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ജോർജ് അത്യാവശ്യം വിവരമുള്ള കൂട്ടത്തിലല്ലേ? എന്നിട്ടും ആ പണ്ഡിറ്റിന്റെ പടം കാണാൻ പോയല്ലോ. നിങ്ങൾ എന്താ കരുതിയത്? തിയേറ്ററിൽ കണ്ട ആൾക്കൂട്ടം മുഴുവൻ ആ സിനിമ കാണാൻ വന്നതാണെന്നോ? അല്ല, പിന്നെ എന്തിനാ തിയേറ്ററിൽ വെളിഞ്ഞു കയറിയത്? ആ പന്ന പടം കാണാൻ ഏതോ ഒരുത്തൻ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി എന്നുള്ള വിവരം ലഭിച്ചു. അവനെ ഒന്ന് കാണാനുള്ള തിരക്കായിരുന്നു അത്. എന്നിട്ട് ആരാണെന്ന് മനസ്സിലായി? ആരാണാ വീട്ടി? അവനൊന്നും വേറെ പണിയില്ലേ? മറ്റാരുമല്ല, നിങ്ങൾക്ക് നല്ല പരിചയമുള്ളവനാ. നിങ്ങളുടെ സ്വന്തം ഓമന പുത്രൻ ടിൻഡു. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിന്നെയാ അവന് കുറച്ചുകൂടി പേടി. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ദേ വരുന്നുണ്ട് നിങ്ങളുടെ മോൻ. ടിൻഡു, സ്കൂളെന്ന് പറഞ്ഞ് നീ ഇന്നലെ എങ്ങോട്ടാ പോയത്? തിയേറ്ററിലാണോടാ നിന്റെ ക്ലാസ്? എന്താടാ അമ്മ പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ലാത്തത്? ഈ അമ്മയ്ക്ക് കുട്ടികളെ എങ്ങനെയാ വളർത്തേണ്ടതെന്ന് അറിയില്ല അച്ഛാ. എന്നെ അച്ഛൻ ഉപദേശിച്ചാ മതി. അമ്മയ്ക്ക് എന്താടാ കുഴപ്പം? രാത്രിയിൽ ഉറക്കമില്ലാത്തപ്പോ അമ്മ പിടിച്ച് കിടക്കെ കിടത്തി താരാട്ട് പാടി ഉറക്കും. എന്നിട്ട് രാവിലെ നല്ല ഉറക്കമുള്ളപ്പോ വടിയെടുത്ത് നല്ല അടി തന്നിട്ട് പറയും, മണി 6 എഴുന്നേക്കടാന്ന്. ഇത് എവിടുത്തെ ന്യായം? ടിൻഡു മോനെ, ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാടാ. എന്താ, ലോട്ടറി വല്ലതും അടിച്ചോ അച്ഛാ? അതിന് മാത്രം ഭാഗ്യം എനിക്കില്ലടാ. ഇതല്ല. പിന്നെ എന്താ കാര്യം? ഞാൻ നമ്മുടെ പണിക്കരില്ലേ, പുള്ളിയുടെ അടുത്ത് നിന്റെ ജാതകം ഒന്ന് കൊണ്ടുപോയി. ദൈവമേ, ഇത്ര പെട്ടെന്നോ? എനിക്ക് വയ്യ. അതിന് നിനക്കെന്താടാ ഒരു നാണം? ഒന്ന് പോടുന്നു. ഞാനൊന്ന് 10ാം ക്ലാസ് കഴിയട്ടെ, എന്നിട്ട് മതി. എന്ത് കല്യാണം? കല്യാണമോ? ഈ പ്രായത്തിലോ? പിന്നെന്തിനാ ജാതകം കൊണ്ടുപോയത്? ഞാൻ വിചാരിച്ച കല്യാണത്തിന് പൊരുത്തം നോക്കാനാണെന്ന്. എടാ, ജോത്സ്യര് പറയാ നിനക്ക് ഒരുപാട് കാലം പഠിക്കാനുള്ള ഭാഗ്യമുണ്ടെന്ന്. അതെനിക്കും അറിയാം. ഓരോ ക്ലാസ്സിലും എത്ര കൊല്ലം വീതം ഇരിക്കുമെന്ന് അറിയാൻ വല്ല മാർഗം ഉണ്ടോ അച്ഛാ? ജോത്സ്യർ ഇനി അതാണോ ഉദ്ദേശിച്ചത്? ടിൻഡു, സമയം പോക്കാതെ വല്ലതെടുത്ത് വായിക്കി. ഓക്കെ, അച്ഛനൊരു കാര്യം ചെയ്യ്, ഒന്നെന്റെ ഗിറ്റാർ എടുത്തു തരുമോ? അതെന്തിനാ ഗിറ്റാർ? അച്ഛനല്ലേ പറഞ്ഞത് എന്തെങ്കിലും എടുത്തു വായിക്കാൻ. ഞാൻ വിചാരിച്ചു വന്ന് ഗിറ്റാർ വായിക്കാമെന്ന്. ഓ, എന്തൊരു ബുദ്ധി. എടാ, മാത്സ് ബുക്ക് എടുത്ത് വായിക്കാൻ. ഇന്നലെ മാത്സ് അല്ലേ പഠിച്ചത്? വേറെ എന്തെങ്കിലും ബുക്ക് എടുത്ത് പഠിക്ക്. സയൻസ് അല്ലേ? ഉറപ്പിച്ചല്ലോ, മാറ്റരുതേ. ഇല്ല. ഓ, രക്ഷപ്പെട്ടു. സയൻസ് പഠിക്കേണ്ട ആവശ്യമില്ല അച്ഛാ. എല്ലാം പഠിച്ചു കഴിഞ്ഞോ? സയൻസിന് ഇതുവരെ പാഠം എടുത്ത് തുടങ്ങിയിട്ടില്ല. മാർച്ച് ലോങ് ലീവാ. അപ്പൊ ഞാൻ നാളെയും സയൻസ് തന്നെ പഠിക്കാല്ല അച്ഛാ. എന്തതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ടിൻഡു അറിഞ്ഞോ, ഇന്ന് ടീച്ചർ നമുക്ക് ഊർജതന്ത്രം ക്ലാസ് എടുക്കുന്നുണ്ടത്രേ. ഊർജതന്ത്രമോ? അതെന്ത് തന്ത്രം? അയ്യേ, ഊർജതന്ത്രം എന്ന് കേട്ടിട്ടില്ലേ? ഫിസിക്സ്. ഓ, ഫിസിക്സ്. അങ്ങനെ മലയാളത്തിൽ പറ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ആദ്യമായി നമ്മൾ ഫിസിക്സ് പഠിക്കാൻ പോവാ. എനിക്കാണെ ത്രില്ലായി. അതിനിപ്പോ എന്താ അത്ര ത്രില്ലാവാൻ?
എന്റെ മാമനെ MSc ഫിസിക്സാ, ഇപ്പൊ സയന്റിസ്റ്റാ. സയന്റിസ്റ്റോ? അതെന്ത് സാധനം? എന്റെ ടിൻഡു, അതും കേട്ടിട്ടില്ലേ? ശാസ്ത്രജ്ഞൻ. ഓ, എനിക്കിതൊന്നും തലേ കേറില്ല. ശാസ്ത്രവും സൂത്രവും. ദേ മാഷ് വരുന്നു. കുട്ടികളെ, ഞാനാണ് നിങ്ങളുടെ പുതിയ ഫിസിക്സ് മാഷ്. എന്താണ് രാവിലെ തന്നെ പ്രാർത്ഥിക്കുന്നത്? ക്ലാസ് തുടങ്ങാൻ പോവാ. എല്ലാ ക്ലാസ്സും തുടങ്ങുന്നതിന് മുമ്പായി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് മാഷേ. ഞാൻ സാധാരണ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാ പ്രാർത്ഥിക്കാറ്. ഞാനും അത് തന്നെ ചെയ്യാൻ പോയത്. പുള്ളി കണ്ടുപോയി. ഞാൻ ആദ്യം എനർജിയെ കുറിച്ചാ ക്ലാസ് എടുക്കാൻ പോകുന്നത്. എനർജി എന്നാൽ ഊർജം. ഇപ്പൊ നമുക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും ബൃഹത്തായ ഊർജ സ്രോതസ് ഒന്നേ ഉള്ളൂ, സൗരോർജം. സൗരോർജത്തെ വെല്ലുന്ന പുതിയൊരു ഊർജ സ്രോതസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് മാഷേ. അതേത് ഊർജമാ? ഞാൻ അറിയാത്തൊരു ഊർജം. അതാണ് മാഷേ, സരിതോർജം.